പദ്ധതികൾ പ്രഖ്യാപിക്കും, വർഷങ്ങൾ നീളും, ഒടുവിൽ ഖജനാവിൽ നിന്ന് കോടികൾ ചോരും. കേരളത്തിൽ പതിറ്റാണ്ടുകളായി നമ്മൾ കാണുന്ന ഈ ശീലത്തിന് ഒടുവിൽ തടയിടാൻ പുതിയ സർക്കാർ 5 പുതിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൊതുഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്ന ഈ മാറ്റങ്ങൾ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാനും ഭരണം കൂടുതൽ സുതാര്യമാക്കാനും സഹായിക്കും എന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ കടലാസിൽ ഒതുങ്ങുന്ന സാധാരണ പ്രഖ്യാപനം മാത്രമാകുമോ ഇത് എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇതുകൊണ്ട് സംസ്ഥാനത്തിന് എന്താണ് ലാഭം, ഏതൊക്കെയാണ് പദ്ധതികൾ, എവിടെയൊക്കെയാണ് തിരിച്ചടികൾക്കുള്ള സാധ്യത, എന്തുകൊണ്ട് ഇത് മുൻപ് നടപ്പിലാക്കിയില്ല, ഈ പരിഷ്കാരങ്ങൾ എന്തുകൊണ്ട് മറ്റൊരു മന്ത്രിസഭയും എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല എന്നതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആദ്യം എന്താണ് ആ 5 പദ്ധതികൾ എന്ന് നമുക്കറിയാം. പദ്ധതി നടത്തിപ്പിലെ വൈകിപ്പിക്കൽ മൂലം കോടികളുടെ നഷ്ടം ഒഴിവാക്കാൻ ലക്ഷ്യമിടുന്ന ആ 5 തീരുമാനങ്ങളിൽ ഒന്നാമത്തേത് സ്പെഷ്യൽ അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം എന്നൊരു സംവിധാനത്തിന് തുടക്കമിടുകയാണ്. സർക്കാരിൻ്റെ ഭൂമി, കെട്ടിടങ്ങൾ, വാഹനങ്ങൾ, റോഡുകൾ, പാലങ്ങൾ മുതൽ അണക്കെട്ടുകൾ വരെയുള്ള മുഴുവൻ സ്വത്തുകളും ഒരു ഡിജിറ്റൽ പോർട്ടലിലേക്ക് മാറ്റി എല്ലാറ്റിനും ഒരു ഏകീകരണം കൊണ്ടുവരികയാണ് ആദ്യത്തെ പദ്ധതി. മറ്റൊന്നാണ് പ്ലാൻ സ്പേസ്. എല്ലാ സർക്കാർ നിർമ്മാണ പദ്ധതികളും GIS സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജിയോ ടാഗ് ചെയ്യും. പദ്ധതിയുടെ സ്ഥാനം, ഫണ്ട്, നിർമ്മാണ ഘട്ടങ്ങൾ എന്നിവ കൃത്യമായി ട്രാക്ക് ചെയ്യപ്പെടും. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനഃസംഘടനയാണ് മൂന്നാമത്തേത്. സർക്കാരിന് കീഴിലുള്ള 591 സ്ഥാപനങ്ങളിൽ ഒരേ സ്വഭാവമുള്ളവ സംയോജിപ്പിക്കും. ഇപ്പോൾ അനാവശ്യമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പൂട്ടി ശമ്പള ചെലവ് പ്രതിവർഷം ഏകദേശം 19,000 കോടി രൂപ ആണ് ഈ 591 സ്ഥാപനങ്ങൾക്ക് ശമ്പള ഇനത്തിൽ മാത്രം നൽകുന്നത്. ഇത് കുറച്ചു കൊണ്ടുവരിക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. മറ്റൊന്നാണ് കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി. വികസനത്തിന് തടസ്സമാകുന്ന പഴയതും പരസ്പര വിരുദ്ധവുമായ നിയമങ്ങൾ വേഗത്തിൽ റദ്ദാക്കുകയോ അതിൽ ഒരു അമെൻമെന്റ് കൊണ്ടുവരികയോ ഒക്കെ ചെയ്യുക എന്നാണ് മറ്റൊരു പദ്ധതി. മറ്റൊന്നാണ് ഈസ് ഫോർ ഡൂയിങ് ബിസിനസ് എന്നത്. സംരംഭങ്ങൾക്ക് സേവനങ്ങൾ വേഗത്തിലാക്കാൻ ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതൽ ലളിതമാക്കുക എന്നതാണ്. ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയാൽ ഉണ്ടായേക്കാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് സാമ്പത്തിക ബാധ്യത കുറയും എന്നതാണ്. 591 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനഃസംഘടന വഴി ശമ്പള ഇനത്തിലും പ്രവർത്തന ചിലവിലും കോടിക്കണക്കിന് രൂപ ലാഭിക്കാൻ കഴിയും എന്നതാണ്. മറ്റൊന്ന് ജിയോ ടാഗിങ്ങും ഡിജിറ്റൽ അസറ്റ് രജിസ്ട്രിയും വരുന്നതോടെ വ്യാജ നിർമ്മാണങ്ങൾ, ഫണ്ട് വകമാറ്റൽ, ഭൂമി കൈമാറ്റം എന്നിവയൊക്കെ തടയാൻ സാധിക്കും. മറ്റൊന്നാണ് ഈ പദ്ധതികൾ സമയബന്ധിതമായി തീരുന്നതോടെ കോസ്റ്റ് ഓവർറൺ, പദ്ധതി വൈകുമ്പോൾ ചെലവ് കൂടുന്ന അവസ്ഥ, അത് ഇല്ലാതെയാക്കാൻ സാധിക്കും. പക്ഷേ ഇതിലെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയും അതോടൊപ്പം തന്നെ നഷ്ടങ്ങളുമൊക്കെ സാധ്യതയുണ്ട്. മറ്റൊന്നാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തൊഴിൽ യൂണിയൻ സംവിധാനങ്ങളുടെയൊക്കെ എതിർപ്പുകൾ. സ്ഥാപനങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോഴോ പൂട്ടുമ്പോഴോ ജീവനക്കാരുടെ പുനരധിവാസം വലിയ രാഷ്ട്രീയ യൂണിയൻ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കാം എന്നത് തന്നെയാണ് സർക്കാരിന് മുൻപിലുള്ള വലിയൊരു കടമ്പ. മറ്റൊന്നാണ് വൻകിട ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഈ മേഖലയിലേക്ക് സജ്ജമാക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമുകൾ സജ്ജമാക്കാനും തത്സമയം പരിപാലിക്കാനും വലിയ സാങ്കേതിക ചിലവും വിദഗ്ധരുടെ സേവനവുമൊക്കെ ആവശ്യമായി വരും. മറ്റൊന്ന്, മുൻ വർഷങ്ങളിൽ എന്തുകൊണ്ട് ഇത്തരമൊരു പദ്ധതി നടന്നില്ല എന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ കുറവ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അത്തരമൊരു തീരുമാനം ഇതുവരെ ആരും എടുത്തില്ല. അതിൻ്റെ കാരണം മുകളിൽ പറഞ്ഞ യൂണിയൻ, സർക്കാരിൻ്റെ തന്നെ വിവിധ തൊഴിൽ സംവിധാനങ്ങൾ, ഇവിടങ്ങളിലൊക്കെയുള്ള ചില ചുവപ്പ് നാടകൾ, അതോടൊപ്പം തന്നെ കീഴ്വഴക്കങ്ങൾ, ഇതൊക്കെ ഇതിന് വലിയ പ്രശ്നമായിട്ട് വന്നതാണ്. സ്ഥാപനങ്ങൾ പൂട്ടുന്നതും പുനഃസംഘടിപ്പിക്കുന്നതും വോട്ട് ബാങ്കിനെയും ട്രേഡ് യൂണിയനുകളെയും ഒക്കെ ബാധിക്കുമെന്ന ഭയമാണ് കാലാകാലങ്ങളായിട്ടുള്ള രാഷ്ട്രീയ മുന്നണികളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഓരോ വകുപ്പും തങ്ങളുടെ സ്വത്തുക്കളുടെയും ഫണ്ടിൻ്റെയും വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ കാണിച്ചിട്ടുള്ള മടികളുണ്ടായിരുന്നു. മറ്റൊന്നാണ് ഏകോപനമില്ലായ്മ. പൊതുഭരണം, ധനം, റവന്യൂ വകുപ്പുകൾ തമ്മിൽ മുൻകാലങ്ങളിൽ കൃത്യമായ ഏകോപനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഉദാഹരണത്തിന് ഒറ്റ കാര്യം മാത്രം എടുക്കാം. റോഡ് ടാർ ചെയ്യുന്നത് വരെ PWD അവിടെ വെള്ളം പൈപ്പ് കൊണ്ടുപോകാൻ കീറി മുറിക്കാറില്ല. പക്ഷെ ടാർ ചെയ്ത് മനോഹരമാക്കി കഴിഞ്ഞാൽ PWD അവിടെ വരും, റോഡ് കുഴിയെടുക്കും, പൈപ്പിടും, ആ റോഡ് കേടുവരും. ഈ ഒരു സ്ഥിതി കാലങ്ങളായി കേരളത്തിൽ അപഹാസ്യമായിട്ടുള്ള ഒന്നാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ 2 വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഇല്ലായ്മ എന്നുള്ളതാണ്.
എന്നാൽ ഇവിടെ ഈ ഏകോപനം ഉണ്ടാകുന്നതോടുകൂടി ഒരു പ്രവൃത്തി, ഒരു പദ്ധതി പ്രദേശത്തേക്ക് വരികയാണെങ്കിൽ അതോടനുബന്ധിച്ചുള്ള ഒരു പക്ഷേ ജലവിഭവ ഡിപ്പാർട്ട്മെന്റ് അതിൽ പ്രവർത്തിക്കേണ്ടി വരും, വാട്ടർ അതോറിറ്റി അതിൽ വർക്ക് ചെയ്യേണ്ടി വരും, ഇനി PWD അതിൽ റോഡ് കൊണ്ടുപോവേണ്ടി വരും, അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട് KSEB അത് സംബന്ധിച്ച പദ്ധതികൾ തയ്യാറാക്കേണ്ടി വരും. അത്തരത്തിൽ ഒരുപാട് ഏകോപനങ്ങൾ ഈ മേഖലയിലേക്ക് നടക്കുന്നതോടുകൂടി ആ മേഖലയിൽ വർഷങ്ങൾ നീണ്ട ക്വാളിറ്റി ഉറപ്പുവരുത്താൻ സാധിക്കും, വർക്ക് സുതാര്യമാക്കും. ഈ തരത്തിലാണ് മുന്നോട്ട് പോവുക. ഇത് ഏകോപിപ്പിക്കാൻ കഴിയും എന്നതാണ്. ഇത് ഈ പദ്ധതികൾ കേവലം പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ വിജയിക്കണമെങ്കിൽ കൃത്യമായ പദ്ധതി നടപ്പിലാക്കൽ ആവശ്യമുണ്ട്. എല്ലാ വകുപ്പുകൾക്കും തങ്ങളുടെ അസറ്റ് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കൃത്യമായ സമയപരിധി നിശ്ചയിച്ച് നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ജിയോ ടാഗിങ്ങും പോർട്ടൽ വിവരങ്ങളും കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ സ്വതന്ത്ര ഏജൻസികളെ ചുമതലപ്പെടുത്തേണ്ടതുണ്ട്. ഈസ് ഫോർ ഡൂയിങ് ബിസിനസ്സിന് വകുപ്പുകൾ തോറും കയറിയിറങ്ങേണ്ടാത്ത ഏകീകൃത ഡിജിറ്റൽ പോർട്ടൽ സജ്ജമാക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ഈ ഒരു തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നതാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു തീരുമാനമാണ് എന്നോ വേണ്ടിയിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സംസ്ഥാനത്തിന് അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കേണ്ടത്, അനാവശ്യ ധനവിനിയോഗം ഒഴിവാക്കേണ്ടതൊക്കെ അത്യന്താപേക്ഷിതമാണ്. പക്ഷേ സാങ്കേതികമായി എത്ര മികച്ച പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയാലും അത് നടപ്പിലാക്കുന്നതിലെ പൊളിറ്റിക്കൽ വിൽ ആണ് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ട്രേഡ് യൂണിയൻ എതിർപ്പുകളെ മറികടന്ന് അനാവശ്യ സ്ഥാപനങ്ങൾ പൂട്ടാനും ഉദ്യോഗസ്ഥരുടെ ചുവപ്പ് നാട മുറിച്ചു മാറ്റാനും സർക്കാരിന് സാധിച്ചാൽ മാത്രമേ ഈ ഡിസിഷൻ ശരിയായി എന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷേ ഈ ഒരു തീരുമാനം സർക്കാരിൻ്റെ കൈപ്പൊള്ളുന്ന തീരുമാനം കൂടിയാകാൻ പോകുമോ എന്നതൊക്കെ ഇച്ഛാശക്തിയുടെ ഭാഗം പോലെ ഇരിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ AI കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ളൊരു ഏകോപനം സർക്കാരിൻ്റെ സംവിധാനങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്നതിനെ എതിർക്കുവാൻ ആർക്ക്, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഏത് ട്രേഡ് യൂണിയനുകൾക്ക് സാധിക്കും എന്നത് മറ്റൊരു കാര്യമാണ്. ഏതായിരുന്നാലും സംഭവിക്കാൻ പോകുന്നത് കണ്ടറിയുക തന്നെ വേണം.